നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കും. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇഫ്താറൊക്കെ അല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നോക്കിയാലോ എന്ന് കരുതി. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 ടൈപ്പ് ബജ്ജിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട ബജ്ജി, വഴുതനങ്ങ ബജ്ജി, മുളക് ബജ്ജി ആൻഡ് കാബജ്ജി, ഈ 4 ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം കാബജ്ജിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കായെടുത്ത് നന്നായിട്ട് കഴുകി കാബജ്ജി ഉണ്ടാക്കുന്ന രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് മുളക് ബജ്ജിയാണ്. മുളക് ബജ്ജിക്കായിട്ട് മുളക് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് നന്നായിട്ട് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത മൂന്നായിട്ട് വഴുതനങ്ങയാണ്. വഴുതനയ്ക്ക് നമുക്ക് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട നടുക്കൂടെ കട്ട് ചെയ്ത് 2 ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിലേക്ക് കടലമാവിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇത്ര ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലും നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ബജ്ജി നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രം നമുക്ക് അടുപ്പി വെച്ച് അതിലേക്ക് പാത്രം ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ട് കാബജ്ജി എടുത്തിട്ട് ആ മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് അതെടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൊരിച്ച് അത് ഈ ഒരു രീതിയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് മാറ്റാം. അടുത്തായിട്ട് മുളക് ബജ്ജിയാണ്. അതും അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മാവ് ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതേപോലെ അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൊരിച്ച് നമ്മളെടുക്കണം. അതെടുത്തതിന് ശേഷം അതും അതേപോലെ തന്നെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത വഴുതനങ്ങയാണ്. ഇത് നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാൻ. ഇതും അതേപോലെ നമുക്ക് എടുക്കാം. പിന്നെ മുട്ട ബജ്ജി, മുട്ട അതേപോലെ മാവ്, ഇതെല്ലാം ഞാൻ ഒരു മാവിനകത്താണ് ചെയ്തത്. ഇത് അതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.